ചോക്ലേറ്റ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ചോക്ലേറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇത് പരുവപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയാത്തത് അല്ലെങ്കിൽ കാണാത്തത്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിപ്പോൾ കൊക്കോക്ക എന്നൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അതിൻ്റെ ഉടമയാണ് ജിൻഡോ. ജിൻഡോ, എങ്ങനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ്? നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കൊക്കോക്ക. എല്ലാവർക്കും അറിയാം. ഇത് പൊട്ടിച്ച് ഇതിനകത്ത് പരിപ്പുകളുണ്ട്. ആ പരിപ്പുകൾ ഉണക്കി പ്രോസസ്സ് ചെയ്താണ് നമ്മളിത് എടുക്കുന്നത്. അപ്പം ഇതുണ്ടോ, ഇതിനകത്തെ പരിപ്പ് ഉണക്കിയതാണ് ഈ കാണുന്നത്. അത് പ്രോസസ്സ് ചെയ്താണ് കൊക്കോ പൗഡർ, കൊക്കോ ബട്ടർ ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾക്ക് ഇതിൻ്റെ മെഷീനുണ്ട്. ആ മെഷീനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. കൊക്കോ പൗഡർ, കൊക്കോ ബട്ടർ, ക്രസ്റ്റഡ് ഷുഗർ, വനില പൗഡർ, സ്റ്റീവിയ, അങ്ങനെ. ഇതെങ്ങനെയാണെന്നറിയാമോ ഈ കൊക്കോ ബട്ടർ വേർതിരിക്കുന്നത്? നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, ശരിക്കും ആ പ്രോസസ്സ് തന്നെയാണ്. ഇത് അരച്ച് അതിൽ നിന്ന് കൊക്കോ ബട്ടർ, കൊക്കോ പൗഡർ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ചോക്ലേറ്റുകൾ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, പൈനാപ്പിൾ ഫ്ലേവർ, ഗ്രീൻ ആപ്പിൾ, ബ്ലാക്ക് കറണ്ട്, ലിച്ചി, ഓറഞ്ച്, പിന്നെ കാഷ്യൂ, ഡാർക്ക്, പിന്നെ ഫ്ലേവർ ചോക്ലേറ്റുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊക്കോ പൗഡർ കൊണ്ടുവന്നിട്ട് ഈ മെഷീനിലിടും. അതെ, കൊക്കോ പൗഡർ, കൊക്കോ ബട്ടർ, ക്രസ്റ്റഡ് ഷുഗർ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഈ മെഷീനകത്തേക്ക് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഇട്ടിട്ട് ഒരു 2 മണിക്കൂറോളം ഇത് മിക്സ് ആകണം. അപ്പോഴാണ് ഇത് ഫൈനായിട്ട് മിക്സ് ആവുള്ളൂ. അങ്ങനെ ഇത് മിക്സായി കഴിയുമ്പം നമുക്ക് മോൾഡുകളുണ്ട്. ആ മോൾഡിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോൾഡ് ഉണ്ട്, പല ഷേപ്പിലുള്ളത്. അതിനകത്തേക്ക് ഒഴിക്കുന്നതാണ്. നമ്മളൊരു ഡിസൈനിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഡിസൈനിലൊരു ഫ്ലേവർ. ഇനി ഇതിനകത്ത് നമ്മൾ പല പല ഫ്ലേവറുകൾ ആഡ് ചെയ്യണം. ഇതാണ് സ്ട്രോബെറിയുടെ പൾപ്പുകളുണ്ട്. സ്ട്രോബെറി പൾപ്പ്, മാംഗോ പൾപ്പ്, കിവിയുടെ പൾപ്പ്, അത് നമ്മൾ ആഡ് ചെയ്താണ് പല പല ഫ്ലേവറുള്ള ചോക്ലേറ്റുകളൊക്കെ എടുക്കുന്നത്. ചോക്ലേറ്റിൻ്റെ ബേസ് എല്ലാം സെയിമാണ്, അതിനകത്ത് ചേർക്കുന്ന ഫ്ലേവർ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇനി ഇത് എത്ര ഫ്രീസ് ചെയ്യണം? എത്ര സമയം ഫ്രീസ് ചെയ്യും? ഇതൊരു 15-20 മിനിറ്റോളം എടുക്കും ഇതൊന്ന് ഫ്രീസായി വരാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള ചോക്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ആദ്യം എടുത്തതുപോലെ തന്നെ മോൾഡിലേക്ക് എടുത്തിട്ട് തിരിച്ചൊഴിക്കും. അപ്പോൾ അത് പകുതിയാവും. ഇതിപ്പോൾ സ്ട്രോബെറിയുടെ ഫ്രൂട്ട് പൾപ്പാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. പൾപ്പ് നിറച്ചു. ഇനിയിപ്പോൾ വീണ്ടും ഇതിനകത്തേക്ക് ചോക്ലേറ്റ് വീണ്ടും ചെയ്യാൻ പോകും. വീണ്ടും ചോക്ലേറ്റ് വെച്ച് മൊത്തത്തിൽ അത് ഫില്ലാക്കി. ഇനി ഇതേപോലെ തന്നെ വീണ്ടും ഒരു 15-20 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ഫ്ലേവറായി. ചോക്ലേറ്റ് സാധാരണ പെട്ടെന്ന് മെൽറ്റാവും. ഇപ്പം മെൽറ്റാകാത്ത നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റാകാൻ താമസം വരും. ഒറിജിനൽ ചോക്ലേറ്റ് നമ്മുടെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അത് മെൽറ്റാവും. ഇതിപ്പോൾ നമ്മൾ പ്ലെയിൻ ചോക്ലേറ്റുകൾ, അതായത് ഫ്ലേവർ ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റുകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ചുമ്മാ ട്രേക്കകത്തേക്ക് മൊത്തം ഒഴിച്ച് ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഫ്രീസറിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ ചോക്ലേറ്റുകളായി. ഇത് നമ്മളൊരു 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയ ചോക്ലേറ്റാണ്. അതെ, ഇതാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു 10-15 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയ ചോക്ലേറ്റ് മോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്നു. നല്ല രീതിയിൽ ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇതിലെ പോകുന്ന ആളുകൾക്കൊക്കെ ഇവിടുന്ന് കയറി ചോക്ലേറ്റ് മേടിക്കായിരിക്കുമല്ലേ, നേരിട്ട് മേടിക്കാൻ കഴിയുന്ന ഒരു കട കൂടിയാണ്. കൊക്കോക്ക ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി.